ഇയാൾക്ക് അസാധാരണമായ രീതിയിൽ മണം പിടിക്കാനുള്ള കഴിവുണ്ട്. സിമ്പിളായി സ്മെൽ ചെയ്ത് ഒരു ന്യൂസ് പേപ്പർ എപ്പോൾ പ്രിന്റ് ചെയ്തതാണെന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് അയാൾ ഇരിക്കുന്ന ഫ്ലൈറ്റിൽ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട ഒരാൾ കയറി വരുന്നു. അവൻ അകത്തേക്ക് വന്നതും ഇയാൾക്ക് വ്യത്യസ്തമായൊരു സ്മെല്ല് ഫീൽ ചെയ്യുന്നു. നോക്കുമ്പോൾ അവൻ ആ പ്ലാസ്റ്ററിനകത്ത് ഒരു ബോംബ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഉടനെ അയാൾ ഒരു എയർ ഹോസ്റ്റസിനോട് ഫ്ലൈറ്റിനകത്ത് ഒരു തീവ്രവാദി കയറിയെന്ന് ക്യാപ്റ്റനോട് ഇൻഫോം ചെയ്യാൻ പറയുന്നു. അവൾ ഉടനെ തന്നെ ക്യാപ്റ്റനോട് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരുന്നു. പക്ഷെ ക്യാപ്റ്റന് അയാൾ പറഞ്ഞതിൽ വിശ്വാസമില്ല. നീ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയതെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ സ്മെല്ല് വെച്ചാണ് കണ്ടുപിടിച്ചതെന്ന് പറയുന്നു. അത് കേട്ട ക്യാപ്റ്റൻ അവന് ഭ്രാന്താണെന്ന് വിചാരിക്കുന്നു. ഉടനെ അയാൾ കോക്പിറ്റിനകത്ത് നിങ്ങൾ രണ്ടുപേരും എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് അവരുടെ രണ്ടുപേരുടെയും ഫേസ് മാറുന്നു. അങ്ങനെ അയാൾ തന്റെ സ്മെല്ലിംഗ് കഴിവ് വെച്ച് ഒരു ടെററിസ്റ്റ് അറ്റാക്കിനെ തടയുന്നു. അതിനുശേഷം ഫ്ലൈറ്റ് ലാൻഡ് ആയതും അയാളുടെ വൈഫ് കോൾ ചെയ്യുന്നു. അവരുടെ മകൻ കോളേജിൽ ഡ്രഗ്സ് യൂസ് ചെയ്തതിന് പിടിക്കപ്പെട്ടെന്ന് പറയുന്നു. അടുത്ത നിമിഷം തന്നെ അയാൾ മകൻ പഠിക്കുന്ന കോളേജിലേക്ക് വരുന്നു. അവിടെ ചെന്നതും അവൻ യൂസ് ചെയ്തത് മാത്രമല്ലാതെ കോളേജിൽ മുഴുവനും അവനാണ് സപ്ലൈ ചെയ്യുന്നതെന്നും പ്രിൻസിപ്പൽ പറയുന്നു. അതിനുശേഷം തെളിവായി അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തൊരു മയക്കുമരുന്ന് പാക്കറ്റും കാണിക്കുന്നു. അത് വാങ്ങി മറത്തു നോക്കിയ അയാൾ അത് തന്റെ മകന്റേതല്ലെന്ന് പറയുന്നു. അടുത്ത നിമിഷം തന്നെ ആ സ്മെല്ലിനെ ഫോളോ ചെയ്ത് ഓടാൻ തുടങ്ങി. അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ അയാൾ അടുത്ത് വന്നു നിന്നതും ഒരു കുട്ടി പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങുന്നു. അതേസമയം അയാൾ ആ കുട്ടിയുടെ ബാഗ് എടുത്ത് തട്ടിയതും അതിനകത്ത് നിന്നും ഒത്തിരി മയക്കുമരുന്ന് പാക്കറ്റ്സ് വീഴുന്നു. അവസാനം അയാൾ ആ പാക്കറ്റും ഇവന്റേതാണെന്ന് പറഞ്ഞ് കാഷ്വലായി അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു.